അപ്പോൾ ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തിനാണ്? മീൻ കണ്ടിക്കണം. ആര് കണ്ടിക്കണം? ആര് കണ്ടിക്കും? അപ്പം ആര് കണ്ടിക്കും? ഞാൻ കണ്ടിക്കും. അപ്പം ഞാൻ കണ്ടിക്കാൻ. എനിക്ക് മീൻ കണ്ടിക്കാൻ അറിയാവോ? ഇല്ല, എനിക്ക് മീൻ കണ്ടിക്കാൻ അറിഞ്ഞൂടാ. അപ്പം ഞാൻ ഇന്ന് മീൻ കണ്ടിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. മീൻ കണ്ടിച്ച് പഠിക്കാൻ പോവുകയാണ്. ഞാൻ ഇതുവരെ എനിക്ക് മീൻ കണ്ടിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ നെത്തോലി നോക്കും. ഇതെല്ലാം എടുക്കുന്നുണ്ടോ? ആ, ഓക്കെ. അപ്പോൾ എന്തൊരു മീനാണ്? അയല മീനാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കണം. നല്ല അടിപൊളി അയലയാണ് കേട്ടോ. നല്ല നാടൻ അയല. നാടൻ അയല നല്ല നാടൻ അയലയാണ്. സൂപ്പർ മീനായിരിക്കും കേട്ടോ. സംഭവം എനിക്ക് ഇതുവരെ മീൻ കണ്ടിക്കാൻ അറിഞ്ഞൂടായിരുന്നു. ഞാൻ പഠിച്ചിട്ടില്ല. അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുമില്ല. ഒരുവിധം കറിയൊക്കെ ഉണ്ടാക്കും, പക്ഷെ മീൻ കണ്ടിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് കൊഞ്ചു നുള്ളാൻ അറിയാം, നെത്തോലി റെഡിയാക്കാനൊക്കെ അറിയാം, പക്ഷെ മീനൊന്നും അങ്ങനെ ഇതായിട്ട് ശരിയാക്കിയിട്ടില്ല. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ഇപ്പോൾ വീട്ടിലുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മീൻ കണ്ടിച്ച് പഠിക്കാൻ പോവാണ്. ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ പെട്ടെന്ന് ഞാൻ മാത്രമേ ഉണ്ടെന്നുണ്ടെങ്കിൽ മീനൊക്കെ കണ്ടിച്ച് സെറ്റ് ചെയ്ത് വൃത്തിയാക്കി മീനൊക്കെ കണ്ടിച്ച് സെറ്റ് ചെയ്ത് കറിയൊക്കെ വെക്കണമല്ലോ. അപ്പോൾ എപ്പോഴും ആൾ കൂടെ അടുത്തുണ്ടാവണമെന്നില്ല. അപ്പോൾ എന്നെ ഇന്ന് മീൻ കണ്ടിക്കാൻ പഠിപ്പിക്കുന്നത് സുലയാണ്. സുലയുടെ ഓരോ കാര്യങ്ങളിൽ പറഞ്ഞ് ആ രീതിക്ക് ഞാൻ ശരിയാക്കുന്നതായിരിക്കും എന്നാണ്. നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിച്ച്. ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ല, പറ്റുമെന്ന് പറ. എന്നാ പറ്റും. അപ്പോൾ ഓക്കെ, മീൻ കണ്ടിക്കാൻ പഠിച്ചിട്ട് വരാം. അപ്പോൾ സുഹൃത്തുക്കളെ, മീൻ കണ്ടിക്കാൻ പോകണം. ഇനി ഇൻസ്ട്രക്ഷൻസ് തരൂ. ആദ്യം മീനെടുത്തു. ഇനി എന്തിനാണ്? എങ്ങനെ ഉറണ്ടണം? എങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉറണ്ടണോ? ഇതിൽ പെനലില്ലല്ലേ? അല്ല, ഇതില് മണ്ണ്. ഓ, അത് വിളിക്കട്ടെ. എന്നിട്ട് ഇത് എവിടെ നിന്ന് കെട്ടിയാണ്? ഇങ്ങനെ കെട്ടിയിട്ടാ? ഇങ്ങനെ കെട്ടിയിട്ടാ? ഇങ്ങനെയാണ്. ഇങ്ങനെ അതെങ്ങനെ കെട്ടിയാണ്? വലിച്ചിളക്കിയാ മതിയാ? വേണ്ട, ഇതുപോലെ ഇത് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമോ? മീനിന് പരിക്കൊന്നും വരരുത്. അങ്ങനെ മീനിന് പരിക്ക്. ഓ, പിച്ചാത്തി വെച്ച് ഇങ്ങനെ എടുക്കണം. ഓക്കെ. ഇല്ലെങ്കിൽ ചുരണ്ടിയാലും മതി. എപ്പോഴും ഇളകി വരും. ഇങ്ങനെയാണോ? ഓക്കെ. ഓക്കെ, ഇതെല്ലാം ഓക്കെ തന്നെ. അത് വലുത് മാത്രം. ഇതാ അത് കട്ട് ചെയ്യണോ ചുരണ്ടണോ? ഇങ്ങനെ തല വേണ്ടല്ലോ. തല പൊരിക്കാം. എന്നാ വേണ്ട. തല എവിടെ നിന്ന് കെട്ടിയാണ്? തല എവിടെ നിന്ന് കെട്ടിയാണ്? തല കട്ട് ചെയ്തു. വെള്ളത്തിട്ട് ഇനി ഇതെങ്ങനെ? ഇത് വലിച്ചാൽ മതിയോ? കീറണോ? കീറി. ഇനി എങ്ങനെ? വെള്ളം വെച്ചാ തീർന്നു. ഇനി ഇത് എത്ര പീസാക്കണം? അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ എന്താ അതിവിജയകരമായിട്ട് ഒരു മീൻ വൃത്തിയാക്കി കണ്ടിച്ചിട്ടുണ്ട്. വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട്. എന്തിനു വേണം? നിനക്ക് മീൻ കണ്ടിക്കാൻ പഠിക്കണോ? നിനക്ക് മീൻ കണ്ടിക്കാൻ എൻ്റെ അമ്മച്ചി പഠിപ്പിച്ചു. അടുത്തത് ഇനി ഞാൻ ഒറ്റയ്ക്ക്
ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി തെറ്റുണ്ടാക്കി പറയണേ. ഇങ്ങനെ ചുരണ്ടി അതേപോലെ ഇതിൻ്റെ അപ്പുറവും ചുരണ്ടി മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം. എന്നിട്ട് അതിൻ്റെ ഈ സാധനം ഈ മീൻ പിടിക്കുന്നതിനാണ് കുഴപ്പം, തിരിച്ചാണ് പിടിക്കണത്. ഇങ്ങനെ ഇങ്ങനെ തല നമ്മളിവിടെ. ആ ഓക്കെ, ഇങ്ങനെ എൻ്റെ ചെവള കീറി. മീനിന് പരിക്ക് വരാതെ വേണം എടുക്കാനേ. മീൻ അറിയരുത്, മീനിന് പരിക്ക് വരാതെ. ഓക്കെ. ഇനി അതിൻ്റെ തലയിലെ ഞവള അതിങ്ങനെ പിടിച്ച് നേരെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ? പൊക്കി വെച്ചിട്ട് മീൻ പോലും അറിയാതെ. കൈ മുറിയൂലേ? അത് മുറിയാതെ കട്ട് ചെയ്യണം. അത് നിങ്ങളെ പോലത്തെ എക്സ്പീരിയൻസ് എനിക്ക് വരും. കട്ട് ചെയ്ത് പഠിക്കണം. പരിക്കും ഇല്ല. ചൊന്നപ്പോ ഇത് പോവും. ഇത് പരിചയക്കുറവാണ്, സംഭവം ഈസി പണിയാണ്. എന്നിട്ട് വാല് വിടന്നു. സേഫ്റ്റിയാണ് കേട്ടാ, കൈ കീറൂല്ലെങ്കിൽ. ഇടുന്നു പേടിയാവണം കൈ മുറിയുമെന്ന്. ഓക്കെ, ഇനി ഇത് മുറിക്കണോ? തീർന്ന ഇനി ഉണ്ടാവോ? അപ്പൊ സുഹൃത്തുക്കളെ, രണ്ടാമത്തെ മീൻ സുലയുടെ സഹായത്തോടു കൂടിയാണ് ഇത് വൃത്തിയാക്കിയത്. മൂന്നാമത്തെ ഞാൻ ഒറ്റയ്ക്കൊന്ന് ചെയ്തു നോക്കട്ടെ. മൂന്നാമത്തെ മീൻ ഇനി എൻ്റെ സ്വന്തം പ്രയത്നത്തിൽ നോക്കട്ടെ. ഇതിൽ 5-6 മീനുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു മീനെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. സുല ഒരു സഹായം ഇല്ലാതെ ചെയ്യും. എന്നാലേ പഠിച്ചു എന്നുള്ളതിന് അർത്ഥം ഉണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ കൂടെ എപ്പോഴും ആൾ വേണം. കണ്ടോ സുലേ, ഞാൻ മീൻ പോലും അറിയാം. പറയല്ലേ, പേടിയാവണ്. വിരളറാണ്, എനിക്ക് പേടിയാവാണ്. കൈ മുറിയും, പണിയാ. അപ്പോൾ ഇതിലും സുലയുടെ സഹായം എനിക്ക് വേണ്ടി വന്നു കേട്ടോ. പക്ഷെ ഐഡിയ പിടികിട്ടി, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബേസിക് കാര്യം മനസ്സിലായി. പക്ഷേ ഒരു ഭയം. ഓക്കെ, ഇന്നതാ ഇത്. നീ ഇതെങ്ങനെയാ മുറിച്ചെടുത്തത്? എനിക്കിത് ഒറ്റയ്ക്ക് അല്ല കാണിച്ചോണ്ടിരുന്ന, നീ കാണിക്കാനേ പറ്റും. അങ്ങനെയല്ലേ പഠിക്കുന്നത്. കത്രികയൊക്കെ എന്നാണ് ഉണ്ടായത്? ഇതിപ്പോ ഇത് ശരിയായില്ലേ? ഓക്കെ, ഇപ്പൊ ഇത് ശരിയായില്ലേ? നേരത്തെ ഇത് ശരിയായില്ലല്ലോ, ഇപ്പൊ ഇത് ശരിയായല്ലോ. അപ്പൊ അതേപോലെ ഓരോ മീനിനും ഓരോന്ന് ശരിയാവും. ഓക്കെ, അതെ, ഞാൻ മീനിനെ ഞെക്കി പീത്തി എടുക്കണം. കൊലപാതകം ചെയ്യവിടെ. ഓക്കെ, ഇനി അത് അകം വൃത്തിയാക്കി. ഒന്നും ചെയ്യല്ലേ, മീൻ കണ്ടിക്കണം. ഇപ്പൊ ഇത് ഓക്കെയാ? ഇനി ചപ്പിക്കൂല. അത് ഞാൻ അങ്ങനെയാ ചെയ്യണം. അപ്പൊ മീനെ പിടിക്കുമ്പം സോഫ്റ്റ് ആയിട്ട് പിടിക്കണം, അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇനി അടുത്ത മീനിനെ ഞാൻ സോഫ്റ്റ് ആയിട്ട് പിടിച്ചൊന്ന് നോക്കട്ടെ. അപ്പോൾ മീൻ ഇതാ എടുത്തു, വെച്ചു. മീനിന്റെ തല നമ്മളെടുത്തോട്ടെന്ന് പറയാം. ഓക്കെ, വെച്ചു. അതിങ്ങനെ ക്ലീൻ ചെയ്ത് മൊത്തം. ഇതിന് മറ്റേ പെനൽ കുറവായതുകൊണ്ട് കുഴപ്പമില്ല. അഴുക്ക് എല്ലാം ക്ലീൻ ആവും. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗം മതിയല്ലോ, ഒരുപാടിട്ട് വെളുപ്പിക്കണ്ട.
പിന്നീട് അതിൻ്റെ സാധനം. ചിറക്. ഇതാണോ ചിറക്? ഇതാണ് ചിറക്. പിന്നെ ഏത് ചിറക്? ഇത് ചിറകല്ല, വാല. എനിക്ക് ഇതിലാണ് പണി കിട്ടണം. ഇങ്ങനെ കട്ട് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുന്നവരുണ്ടല്ലേ? ആ, എനിക്ക് ഓപ്പോസിറ്റ് പറ്റും. ഇല്ലെങ്കിൽ ഇതിനെ പിടിച്ചിങ്ങനെ പിടിച്ചാൽ പിടിച്ച അത് പറ്റും. അതാണ് പിച്ചത്തി നല്ലോണം ഇങ്ങോട്ട് കയറ്റി പിടി. അങ്ങനെ പിടിച്ചാലും മതി. ആ, എനിക്ക് എളുപ്പം അതാണ്. അപ്പൊ അങ്ങനെ മതി. മറ്റേത് വലിയ ഇതല്ല. ഇങ്ങനെ വെക്കുക, അതിൽ പിടിക്കുക, ഇങ്ങനെ എന്നിട്ട് അറ്റത്ത്. ഓക്കെ, ഇപ്പം ഇതിന് മണ്ട ക്ലീൻ ആയില്ലേ? അടി സൈഡ് ഇതുപോലെ അങ്ങോട്ട് ചുരുണ്ടതാണ്. ഓപ്പോസിറ്റ് ആണ്. ഓ, അത് നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ചുരണ്ടണം അല്ലേ? ആ, അപ്പം അതാണ് ഇതിൻ്റെ മാംസം ഒരുപാട് പോണത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ചിറക് ഇനി എടുക്കണം. ഓക്കെ, ഇതിൻ്റെ ഇനി ഈ പരിപാടി പറ്റും. എന്നിട്ട് ചിറക്, അതാണ് ചിറക്. ഇതാണ് ചിറക്. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ നിൽക്കുന്ന വാലുകളാണ്. ഇതാണ് ചിറക്. ഇത് വെച്ചാണ് നീന്തണം. അല്ല, അതിൻ്റെ തലയിരിക്കുന്ന സാധനം വെച്ചല്ല. ഇതാണ് തലയിലെടുത്തിരിക്കുന്നത്. മറ്റേത് താഴെ. അത് മുതുകത്തല്ലേ, അത് വെച്ചിട്ട് എന്തിട്ടാക്കാം? അത് ബാലൻസ് ചെയ്യാനായിരിക്കും. മുമ്പോട്ട് പോകണമെങ്കിൽ ഈ ചെവളയിലുള്ള സാധനം വേണം. അലുവ പീസ് പോലെ ഉണ്ട്. ഇത് ഞാൻ വലുതായിട്ട് ഉടച്ചിട്ടില്ലേ, പക്ഷെ ഇത് ഉടഞ്ഞ മീനായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വലിയ ബലം കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ സ്ലോയിലാണ് പിടിച്ചത്. ഇനി വരാണ്ടോ? തീർന്നു. ഇനി വാല്. ഓക്കെ അല്ലേ? ടാങ്. അപ്പൊ ഇപ്പോഴും ഞാൻ ഒരുവിധം പഠിച്ചില്ലേ ഇത്? ഇവിടെ ഞങ്ങൾ മീൻ കണ്ടിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. ഇപ്പൊ വേറെ സാധനം കാണിച്ചില്ല. അത് കണ്ട, ഇത് ഇപ്പോഴെല്ലാം പടി നടക്കോ? ഇത് എവിടെയൊക്കെ ഉള്ളവരാണ് ചട്ടി എടുത്ത് വെച്ച സൗണ്ട് കേട്ട ഉടനെ ഏതൊക്കെ ആ കാട്ടിൻ്റെ ഇടയിൽ നിന്നൊക്കെ തുരുതുരാ വന്ന് നിൽക്കുവാണ് കേട്ടോ. ഞാനിനി ഇത് പണി തീർത്തിട്ട് ഇവർക്ക് ഇത് എപ്പോൾ കിട്ടാനായത്? നോക്കിയിരിക്കത്തേ ഉള്ളു. അങ്ങനെ മീനെല്ലാം എന്താ നല്ല ഭംഗിയായിട്ട് കണ്ടിക്കാനായിട്ട് സുല എന്നെ പഠിപ്പിച്ച് ഇതിലൊരു 1 2 3 4 മീനോളം ഇത്തിരി പാടുപെട്ട് ഒരെണ്ണം ഞാൻ ഞക്കി ചുളുക്കി ഒരു പരുവാക്കി. പിന്നീട് ഓക്കെ ആയി, കൈ തെളിഞ്ഞു. ഇനി ഇത് കണ്ടിക്കാൻ പഠിക്കണം. ടീച്ച് മീ. എങ്ങനെയാണ് കണ്ടിക്കേണ്ടത്? ഒന്നെടുത്തു, അത്രേ ഉള്ളോ? 1 2 ആക്കിയാ മതിയോ? ഇത് കൊച്ചു മീനല്ലേ, പിടിക്കണം. ചപ്പി അതൊരു പരുവ. ഓ, ഇതിന്റെ പിടുത്തം പ്രശ്നമാണ് കേട്ടോ. ചക്ലി പുക്ലിയാവും. ഓക്കെ, സോഫ്റ്റ് ആയിട്ട് പിടിക്കണം, അതാണ് വിഷയം. ഞാൻ ചിലപ്പോ കയ്യിൽ പോകണമെങ്കില ആ ഒരു രീതിക്കാണ് പിടിക്കണം. അപ്പോൾ ഓക്കെ, രണ്ടാമത്തെ മീനും കണ്ടിച്ചു. ഇനി അടുത്ത മീൻ എടുക്കാം. അടുത്ത ഇതാണ്. തിരിച്ച് ഇങ്ങനെ പിടിച്ച് എൻ്റെ സെൻറ്റർ. സുല ബഹളം രുദ്ര ബഹളം വയ്ക്കുന്നുണ്ട്. ഓക്കെ, പഠിച്ച്. അടുത്ത് വെക്കുക. തലഭാഗം നമ്മുടെ കയ്യിലെടുത്തോട്ട് വെക്കുക. നട്ടലിൻ്റെ ഭാഗത്ത് പിച്ചാത്തി വെക്കുക. കണ്ടിക്കുക. തീർന്നു. എടുക്കുക, വെക്കുക, കണ്ടിക്കുക. ഓക്കെ, സൂപ്പറായി. എടുക്കുക, വെക്കുക, കണ്ടിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, യൂട്യൂബ് എനിക്ക് സ്ട്രൈക്ക് ചെയ്യുമോയെന്ന് അറിഞ്ഞൂടാ. ആയുധം കാണിക്കുന്നുണ്ടേ, ചെറിയ മീനിൻ്റെ ചെറിയ ബ്ലഡും കാര്യങ്ങളും ഉണ്ട്. അത് അറിഞ്ഞൂടാ. ചിലപ്പോൾ മോട്ടിവേഷൻ കട്ടാവാം, എന്തും സംഭവിക്കാം. അപ്പോൾ ലാസ്റ്റ് 2 മീനും കൂടെ ഉണ്ട് കേട്ടാ. ഓക്കെ ടീച്ചർ. ഓ സോറി.
അവസാനമായപ്പം തെറ്റിച്ച്. ഓക്കെ ഓക്കെ. ആ ഇത് Hey Barus. Hey Barus. Hey Barus. Hey Barus. Barus. Hey Barus. അപ്പൊ ഓക്കെ, കണ്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ടീച്ചർ ഇനി ഇതെന്ത് ചെയ്യണം? നന്നായിട്ട് കഴുകണം അല്ലേ? അപ്പൊ ഇത് നന്നായിട്ട് കഴുകാം. ഓക്കെ. ഈ ട്രൈപോഡിൽ മൊത്തം മീനിന്റെ വെള്ളമായി. അത് പൂച്ചയ്ക്ക് കൊടുക്കാം. അപ്പോൾ മീൻ കണ്ടിച്ച് കഴിഞ്ഞ് ഇനി ഇതാ പൂച്ച കൂട്ടാണ് കേട്ടാ. തലകളെ നമുക്ക് പൂച്ചക്കുട്ടന്മാർക്ക് കൊടുക്കാം. അവർ ഒരുപാട് നേരമായി വെയിറ്റ് ചെയ്യുന്നു. വരൂ 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 എല്ലാവരും വരൂ. എല്ലാവർക്കും തരാം. അടി കൂടരുത്, അടി കൂടരുത്. ഓരോരുത്തർ അടി കൂടല്, അടി കൂടരുത്. വായിക്കാത്തൊന്നും എടുക്കരുത്. കിട്ടാത്തവരോ എല്ലാവർക്കും കിട്ടിയാ? ഇനി 2 തലയും കൂടെ ഉണ്ട്. വരും. ഒരാളൂടെ കിട്ടാത്താര് ഒരാൾ ഒരു പട്ടിക്കുട്ടം പോകാൻ മൂലം കഴിക്കുന്നു കേട്ടോ. പൂച്ചക്കുട്ടന്മാരുടെ ഇടയിൽ വന്നാലേ അവന് അടി കിട്ടും. അതുകൊണ്ട് അവൻ മാറി കിടക്കുമായിരുന്നു കേട്ടോ. കുറച്ച് വാലിൻ്റെ വേസ്റ്റ് ഉണ്ട്, ആരും ഒന്ന് എടുത്തോളൂ. അപ്പോൾ ഓക്കെ, പൂച്ച കൂട്ടും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പോയി മീൻ കഴുകാം. എൻ്റെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് മീൻ കണ്ടിച്ച് പഠിച്ചത്. മതിയോ? ഒരുപാട് കഴുകിയ മീനിനെ കൊല്ലും, അത് ഉടഞ്ഞു പോകുമല്ലേ? അപ്പോൾ സംഭവം റെഡിയാണ്. ഇനി ഞാനിത് ഭംഗിയായിട്ട് സൂലയെ ഏൽപ്പിക്കുകയാണ് കറി വയ്ക്കാനായിട്ട്. കറി വയ്ക്കുന്നത് നമുക്ക് പിന്നൊരു ദിവസം വേറെ വീഡിയോ എടുക്കാം. എനിക്കിപ്പം തൽക്കാലം ഇപ്പോൾ വേറെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കിടക്കുന്ന ഒരുപാട് തിരക്കുണ്ട്. അതുകൊണ്ടാണ് കറി വയ്ക്കുന്ന വീഡിയോ നമുക്ക് വേറൊരു ദിവസം ചെയ്യാം. എന്തായാലും തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ സുല ഒരു 2 കൈ നീട്ടി സ്വീകരിക്കും, നല്ലൊരു കറി ഉണ്ടാക്കി തരും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. മീൻ കണ്ടിപ്പ് കഴിഞ്ഞു, മീൻ കണ്ടിച്ച് പഠിച്ചു വരും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ പരിപാടി കേട്ടോ. അപ്പോൾ മീൻ കണ്ടിച്ച് പഠിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ കേട്ടോ അതൊന്നും പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ടാറ്റാ.